നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ വണ്ടി വിളിക്കാം വണ്ടി വണ്ടി കണ്ട് ഒരു ആംബുലൻസ് എടുക്കാം ആംബുലൻസ് വിളിക്കും.
അങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് നോക്ക്. എടാ പോലെ പോലെ അടിച്ചു പൊളിച്ചു.
ജലവീരങ്കി അടിച്ചതിന്റെ ഭാഗമായി പോലീസുകാർ വളഞ്ഞിട്ട് 4 സൈഡിലും ഒരാൾ മാറിപ്പോകാതെ സമരത്തിന്റെ ഭാഗമാവാമെന്ന പ്രധാന പ്രവർത്തകരല്ലാത്തവരെ പോലും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് KSUവിന്റെ എല്ലാ സൈഡിലും മൊത്തം ഒരു സർക്കിള്, ഒരു പത്മവ്യൂഹം തീർത്ത് KSU പ്രവർത്തകരെ അടിച്ചമർത്തുന്ന സാഹചര്യമാണ് നിങ്ങൾ കണ്ടത്. എത്ര പത്മവ്യൂഹം തീർത്താലും അതിശക്തമായിട്ടുള്ള സമരങ്ങളായിട്ട് കേരളത്തിന്റെ 14 ജില്ലകളിൽ ഞങ്ങൾ ഉണ്ടാകും. കൈ കണ്ടില്ലേ? അല്ല, ഈ കൈ കാണുമ്പോ അറിയാലോ. ഹലോ, കണക്കുകൂട്ടി ചെയ്ത ലാത്തിചാർജാണെന്ന്. കാരണം സാധാരണ നമ്മളൊക്കെ എത്രയോ സമരം കണ്ടിരിക്കുന്നു. സമരം വരുന്നതിനെ തടയുന്നതിന്റെ ആ വശത്താണ് സാധാരണ പോലീസ് നിൽക്കാറ്. ഈ തവണ വളഞ്ഞിട്ടടിക്കുന്നതിന് വേണ്ടി പുറകുവശത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോൾ ജലപീരങ്കി അടിച്ചതിന് പിന്നാലെ പോലീസ് പുറകിൽ നിന്നും വന്നു കൂടുകയും വളഞ്ഞിട്ട് സത്യത്തിലെ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായില്ല. അവർ മുദ്രാവാക്യം വിളിച്ചു, ബാരിക്കേഡ് ഇളക്കി എന്നുള്ളത് ശരിയാണ്. അതല്ലാതെ ഒരു കല്ലെറിയുക അതിശക്തമായ പോരാട്ടം. ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും. ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകനെയും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുപോകാതെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. എത്ര പോലീസ് മർദ്ദനമുണ്ട്, എത്ര അടിയുണ്ട്, എത്ര അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും പിൻവാങ്ങുന്ന പ്രശ്നമില്ല. MLA അറിഞ്ഞൂടാ എന്ന് പറയാൻ പറ്റില്ല. ഇവിടുത്തെ പോലീസിന് കേരളത്തിലെ മുഴുവൻ ആളുകളും വളഞ്ഞിട്ട് കരുതിക്കൂട്ടി മേത്തിക്കുഴിനാട് MLA പോലീസ് അടിച്ചാണ്. പിണറായി വിജയന്റെ നിർദ്ദേശം അനുസരിച്ചാണ് KPCC തുടങ്ങിയപ്പോൾ KSU പ്രവർത്തകർക്കൊപ്പം MLA കടന്നു വന്നപ്പോൾ ആ വിഷ്വല് കണ്ടതിന് ശേഷമാണ്, നിങ്ങൾ മാധ്യമങ്ങളാണ് ലൈവ് കൊടുത്തത്, ആ വിഷ്വല് കണ്ടതിന് ശേഷമാണ് വളഞ്ഞിട്ട് പോലീസ് MLA അടിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു MLA അടിക്കാൻ, അത് കേരളത്തിലെ ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ, പിണറായി വിജയന്റെ മാസപ്പടി വിഷയത്തിനെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിലാണ് മേത്തിക്കുഴിനാടൻ MLA മർദ്ദിക്കുന്നത്. ഇത് പോലീസും CPMന്റെ ഉന്നത നേതാക്കന്മാരും കൂടി ആലോചിച്ച് നടന്ന പെട്ടെന്നുള്ള ഒരു അടിയായിരുന്നു. KPCC നിന്നും KSU സംസ്ഥാന പ്രസിഡന്റിനൊപ്പം നടന്നു വന്ന മേത്തിക്കുഴിനാടൻ അടിച്ചത് കരുതിക്കൂട്ടിയുള്ള വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നാൽ പിണറായി വിജയനെ ഞങ്ങൾ തടഞ്ഞു. ഇതുപോലെ തിരിച്ചടിക്കാൻ KSU യൂത്ത് കോൺഗ്രസും തയ്യാറാണ്. It is at this context when even those students who fall down, police were, collectively manhandling them. In the sense, 4 or 5 policemen were repeatedly beating one student who was lying on the road. So that is where I intervened, and they even charged against me. So this is absolutely cruel. This was illegal and very much arbitrary on the side of the police. There was no sense of humanity while handling the issue. In fact, the protesting students doesn't create any provocation. It was all without provocation the police done this. So we will take it forward. With this kind of police vandalism, if the Chief Minister thinks we are going to get back to our houses, he is absolutely wrong. We have fought all the way. We will take it forward. നിലവിൽ യാതൊരു പ്രൊവോക്കേഷനും 5 മിനിറ്റ് ആവുന്നതിന് മുമ്പാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് സാർ ഈ ഒരു നടപടിക്രമമായിട്ട് മുന്നോട്ട് പോയ സമരമാണ്? കയ്യിലാണ് പരിക്ക് എന്നതാണ് അദ്ദേഹം നേരത്തെ കാട്ടിയത്. അദ്ദേഹം ഇപ്പോൾ നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ്. അവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ദൗത്യം. ഇവിടെ നിന്ന് അവസാനത്തെ പ്രവർത്തകനെയും സേഫായിട്ട് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ച് അവസാന പ്രവർത്തനം കൊണ്ടതിന് ശേഷമേ ഞങ്ങൾ ഇവിടുന്ന് പോകും. കുട്ടികളുടെ ദേഹത്തേക്ക് തന്നെ ആ പോലീസ് ബോധപൂർവം ജലപീരങ്കി പ്രയോഗിക്കുന്നു. അതൊരു പെൺകുട്ടി, ഒരു സ്ത്രീയാണ് എന്നുള്ള പരിഗണന പോലും ഈ പോലീസ് നൽകാതെയാണ് ഇത്തരത്തിലൊരു നരനായാട്ട് എന്ന വാക്കുപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസിന്റെ അടുത്ത സ്റ്റെപ്പ്? നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് പെൺകുട്ടികൾ നിൽക്കുന്ന വശത്തേക്ക് ഫോക്കസ് ചെയ്ത് ജലപീരങ്കി അടിക്കുകയും ആ സമയത്ത് മറ്റ് പ്രവർത്തകരെ പോലീസ് ലാത്തിചാർജ് ചെയ്യും. ഈ 2 കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അത്രയും നിഷ്ഠൂരമായി ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഞാനടക്കം അടിക്കരുത് എന്ന് പറഞ്ഞ് പരിക്കേറ്റ് വീണ് കിടന്ന് ചോരയൊലിക്കുന്ന പ്രവർത്തകനെ പോലും വീണ്ടും അടിക്കുന്ന നിലയിലേക്ക് പോലീസ് അത്ര ക്രൂരമായി അതിക്രൂരമായിട്ടുള്ള
ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായത്. ഇതിനെതിരെ അതിശക്തമായ പോരാട്ടം ഉണ്ടാകും. മറ്റ് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരെല്ലാം ഞങ്ങളിപ്പോൾ ആദ്യം എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങളുടെ നിരവധി പ്രവർത്തകർക്ക് തലയ്ക്കപ്പെട്ടിട്ട് ചെവിയിൽ നിന്നും ചോര വാർന്നു വെച്ച ഒരു പ്രവർത്തകനായിട്ടാണ് ഞാനിപ്പോൾ ആംബുലൻസിൽ കയറ്റി വിട്ടത്. അതുകൂടാതെ KSU പ്രസിഡന്റ് അലോഷി അടക്കമുള്ളവർക്ക് ഒടിവുണ്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എല്ലാ പ്രവർത്തകരെയും വ്യാപകമായി പോലീസ് നരനായായിട്ട് നടത്തി. ആദ്യത്തെ പരിഗണന കുട്ടികളെ സേഫായി ആശുപത്രിയിൽ എത്തിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷ നൽകാനുള്ളതാണ്. തീർച്ചയായിട്ടും ഈ നവകേരള സദസ് എന്തിനു വേണ്ടി എന്ന് ജനം ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് വെറും ഗുണ്ടാ രാജായി ഒരു ഗുണ്ടാ യാത്രയായി നവകേരള സദസ് അതപ്പതിച്ചു കഴിഞ്ഞു. ഇത് ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ് ചെയ്യും. ഞങ്ങൾ എത്ര പോലീസ് മർദ്ദനം ഉണ്ടായാലും എത്ര അടി നടത്തിയാലും ഞങ്ങൾ പിന്നോക്കം പോകണ പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ കോൺഗ്രസ് നേതാക്കന്മാർ ഞങ്ങളടക്കം കുട്ടികളോടൊപ്പം തെരുവിൽ നിന്ന് ഞങ്ങൾ അവർക്ക് പ്രതിരോധം തീർക്കും. അവരെ ഏകപക്ഷീയമായി വേട്ടയാടാമെന്ന് വിചാരിച്ചാൽ അവരെ അതിന് ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ പ്രതിരോധിക്കും തീർച്ചയായിട്ടും. കാരണം എല്ലാത്തിനും ഒരു പരിധിയാണ് ക്ഷമിക്കുന്നത്. ആ ക്ഷമയുടെ നെല്ലിപ്പലകയും കഴിഞ്ഞാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിണറായി വിജയൻ അധികാരമുണ്ട്, പോലീസുണ്ട്, ഏതാനും ഗുണ്ടകൾ കൂടെ ഉണ്ടെന്നുള്ളതുകൊണ്ട് കേരളത്തിൽ എന്തുമാകാമെന്ന് ധരിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കും. ഞാൻ ഒരു വീണ് കിടന്ന ഒരു പ്രവർത്തകൻ ചോര ഒലിപ്പിച്ച് കിടക്കുമ്പോൾ നാലും അഞ്ചും പോലീസുകാർ ചേർന്ന് മർദ്ദിക്കുമ്പോൾ എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ആ പ്രവർത്തകനെ അടിക്കരുതെന്ന് പറയാൻ വേണ്ടി ഞാൻ തടസ്സം പിടിച്ചപ്പോഴാണ് എന്നെ അടക്കം അടിച്ചത്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും നമ്മളത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നിൽക്കാൻ. പക്ഷേ ആ MLA ആണെന്നോ അല്ലെങ്കിൽ മറ്റു പരിഗണന ഒന്നും കൂടാതെ അവർ മർദ്ദിക്കുകയായിരുന്നു. പക്ഷേ എന്നെ മർദ്ദിച്ചതിനേക്കാളും പ്രവർത്തകർ വീണ് ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു പ്രവർത്തകനെ വീണ്ടും മർദ്ദിക്കുന്ന പോലീസിന്റെ മാനസികാവസ്ഥ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഒരു പ്രകോപനം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെയാണ് പോലീസ് ആദ്യം തന്നെ രാത്രി വീശിയത്. അത് മുൻകൂട്ടി തീരുമാനിച്ചെടുത്തത് തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇന്ന് പോലീസ് വെൽ പ്ലാൻഡ് ആയിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞു. കാരണം സാധാരണഗതിയിൽ സമരത്തിന്റെ എതിർവശത്താണുള്ള പോലീസുകാർ വരിക. എന്നാൽ ഇന്ന് പുറകുവശത്തായിട്ട് പോലീസുകാർ നിൽക്കുകയും പങ്കു നിൽക്കുകയും സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ചേർന്ന് വരികയും എന്നിട്ട് പ്ലാൻഡായിട്ട് കുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിൽ നിന്നും പോലീസുകാർ വന്നത്. അങ്ങേയറ്റം ക്രൂരമായ മർദ്ദനമാണ്. MLA ആണെന്ന് അറിഞ്ഞിട്ടും അടിച്ചു തന്നെയാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും MLA ആണെന്ന് അറിയാം. അവർക്ക് അറിയാൻ അതിപ്പോൾ അവരറിഞ്ഞുകൊണ്ട് തന്നെ അടിച്ചിട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല. കാര്യമില്ല. നമ്മുടെ പ്രവർത്തകർക്കേറ്റ പരിക്കാണ് ഏറ്റവും പ്രധാനം. കാരണം ചെവിയിൽ നിന്നും ചോര ഒലിച്ച് തല പൊട്ടി, അതുപോലെ കാലും കൈയും ഒടിഞ്ഞ പ്രവർത്തകരുണ്ട്. അവരെയൊക്കെ മാറ്റാൻ പോലും പോലീസ് ഒരു സഹകരണവും കാണിച്ചില്ല. ആ നിലയിലുള്ള ഒരു ക്രൂരമായ മർദ്ദനമായിരുന്നു. വ്യത്യസ്തമായിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ പോലും ഇല്ല. പോലീസ് ആ സമയത്ത് പോലും ഒരു പ്രവർത്തകനെ വീണ്ടും ചോര ഒലിപ്പിച്ച് കിടക്കുന്ന ഒരു പ്രവർത്തകനെ പോലും വീണ്ടും മർദ്ദിക്കുന്ന സമയത്താണ് ഞാൻ ഇടപെടേണ്ടി വന്നത്. എന്നിട്ടും പോലീസ് ഒരു മര്യാദയുമില്ലാതെയാണ് പെരുമാറിയത്. ഇന്ന് വെൽ പ്ലാൻഡ് ആയിരുന്നു. പോലീസ് അടിച്ച് നിർദാരുണ്യം അടിക്കാൻ തീരുമാനിച്ച് വന്നാണ്. അവർ കുട്ടികളെ മർദ്ദിച്ചു, അവരെല്ലാം പരിക്കേൽപ്പിച്ചു. ഇതാണ് ഇന്നത്തെ സാഹചര്യം. തീർച്ചയായിട്ടും ഇതുകൊണ്ട് പോലീസിനെ വെച്ച് അടിച്ചു കൊടുക്കാമെന്ന് പിണറായി വിജയൻ ധരിക്കുന്നുണ്ടെങ്കിൽ ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ഹി മേഡ് എ ബിഗ് മിസ്റ്റേക്ക്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അടിച്ചത്. മുഖ്യമന്ത്രിയാണല്ലോ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം ഇല്ലാതെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത്ര ക്രൂരമായി കൈകാര്യം. കാരണം ഇതിവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഇവിടെ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും പോലീസ് സാധാരണഗതിയിൽ ഇതുപോലുള്ള സമരങ്ങളെ സംഘർഷങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി ഞങ്ങൾക്കറിയാം. കാരണം എത്രയോ സമരങ്ങളിൽ ഞങ്ങൾ പങ്കെടുത്തിരിക്കുന്നു, ഞങ്ങൾക്കറിയാം എൻ്റെ രീതി. പക്ഷേ ഇന്ന് അടിക്കണമെന്ന് തീരുമാനിച്ച്, വളഞ്ഞിട്ടടിക്കണമെന്ന് തീരുമാനിച്ച് പെൺകുട്ടികളടക്കം ടാർഗറ്റ് ചെയ്ത് പോലീസ് അറ്റാക്ക് ചെയ്യായിരുന്നു. ഞാനതിന് ദൃക്സാക്ഷിയാണ്. ഞാനൊരു MLA, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടിയാണ് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നത്. പോലീസ് അങ്ങേയറ്റം ക്രൂരമായി, പ്ലാൻഡായി, നിഷ്ഠൂരമായി വിദ്യാർത്ഥികളെ മർദ്ദിക്കുകയാണ്. കൈയൊന്ന് കാണിക്കാമോ? കാര്യമില്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉണ്ടാവും. അല്ല, എല്ലാവരും പോയോ നോക്കി. പിള്ളേരെല്ലാവരും പോയോ നോക്കി നോക്കി. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശത്രു ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നു എന്ന ഒറ്റ കാരണത്താൽ ഏറ്റവും കൂടുതൽ ശത്രുത മാത്യു കുഴൽനാടനോടാണ്. മാത്യു കുഴൽനാടനെ വളരെ മനഃപൂർവ്വം തല്ലി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാര്യത്തില്ല.
നടന്നു. ഇതിനു മുൻപ് തന്നെ നേരത്തെ തന്നെ ഈ നിലയിൽ ഈ സമരം 23-ന് ഇന്നലെ സംയമനം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചില മണിക്കൂർ